ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരക്കയും ചെമ്മീനാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചിരക്ക കഴുകി അരിഞ്ഞ് എടുക്കണം. ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് വേവാവുന്ന തരത്തിലുള്ളത്, കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് അതിൻ്റെ ഒപ്പത്തിന് നിന്നാൽ മതി. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇടാം കേട്ടോ. അത് നമ്മളങ്ങനെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുക്കാം. അരമുറി തേങ്ങയിലേക്ക് ഒരു 3-4 സ്പൂണ് ഉണക്ക ചെമ്മീൻ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചത് മാത്രമേ ഇടണുള്ളൂ. നിങ്ങൾക്ക് ചെമ്മീൻ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചിരക്ക വേവിക്കാൻ വെക്കണേലേക്ക് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചിരക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പ് അരച്ചത് നന്നായി അരച്ചെടുക്കണം. അത്യാവശ്യത്തിന് നല്ലോണം അരച്ചെടുക്കണം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് തള വരാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഒരു ചൊല്ലി പാടും. എന്തൊരു കൂട്ടാൻ എന്ന് ചോദിക്കുമ്പോൾ, എന്താ കറി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിരക്കയും ചെമ്മീനാന്ന് പറയുമ്പോൾ അവർ പാട്ട് പാടും. ചിരക്കയും ചെമ്മീനും കൂട്ടാൻ വെച്ചിട്ട് കയ്യിൽ കെട്ടത്തെ കള്ളി, അങ്ങനെ ഒരു പാട്ട് പാടും അവർ കേട്ടോ. ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പാടാറുണ്ട്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളി കാച്ചി ഒഴിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എണ്ണ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് കിട്ടുക. നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് എടുക്കണം. ചുവന്നുള്ളി നീളനെ അരിഞ്ഞത് എടുത്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് അത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മളത് കറിയിലോട്ട് ഇടാം. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച ചിരക്കി ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചില സ്ഥലത്ത് ഇത് വറുത്തരച്ചിട്ട് വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയും വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. വറുത്തരച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി രുചി കൂടും ഇങ്ങനെ വെക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.